ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ഉഴുന്ന് ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം നല്ലോലെ ഊറ്റിയെടുത്തിട്ട് അധികം വെള്ളമില്ലാതെ കുറച്ചായിട്ട് ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. അത് മിക്സിയുടെ ചെറിയ ജാറിൽ വേണം അരച്ചെടുക്കാൻ. ആദ്യം ഒട്ടും വെള്ളമില്ലാതെ അരയ്ക്കണം. പിന്നെ തീരെ അരയുന്നില്ലെങ്കിൽ മാത്രം ഓരോ ടീസ്പൂൺ വെച്ച് ശകലം വെള്ളമേ ഒഴിക്കാവൂ. ഒട്ടും വെള്ളം കൂടി പോകാൻ പാടില്ല നമ്മുടെ ബാറ്ററിന്. അപ്പം ഞാനിത് മുഴുവൻ അരച്ചുകൊണ്ട് വരാം. അത് കുറച്ചായിട്ടിട്ട് അരയ്ക്കാവൂ. അത് എല്ലാം കൂടെ ഒരുമിച്ചിട്ടും ചെയ്യരുത്. മിക്സിയുടെ ചെറിയ ജാറിലെല്ലാം കൂടെ കൊള്ളത്തുമില്ല, അത് അരഞ്ഞ് വരത്തുമില്ല. അപ്പം ലേശം കുറച്ചായിട്ടിട്ട് ഒന്ന് നല്ലപോലെ അരച്ചുകൊണ്ട് വരാം. ഫസ്റ്റ് സ്റ്റെപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് അരയ്ക്കേണ്ടത്. നല്ലപോലെ അരയണം. നന്നായിട്ട് അരഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉഴുന്നുവടയുടെ അകമൊന്നും സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല. ഇതിപ്പോ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചാണ് അരച്ചത്. ആദ്യം വെള്ളമില്ലാതെ അരച്ചു. അപ്പം തീരെ അരയുന്നില്ലായിരുന്നു. അപ്പൊ കുറച്ച് ലേശം വെള്ളം ഒഴിച്ച് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ ഉഴുന്ന് മുഴുവൻ ഞാൻ അരച്ചുകൊണ്ട് വരാം. 1 കപ്പ് ഉഴുന്ന് 4 ട്രിപ്പായിട്ട് ഇട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചത്. ഒരു ലേശം വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് അരയണം. ഇത് നല്ലൊരു തിക്ക് ബാറ്റർ ആണ്. അതെ, ഇതാണ് കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസിയിൽ ഇത് അരച്ചെടുക്കാം. ഇച്ചിരി വെള്ളം കൂടി പോയെന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട. നമ്മൾ ലാസ്റ്റ് കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാനായിട്ട് അരിപ്പൊടി ചേർക്കും. അപ്പം തീരെ അരയാൻ പറ്റിയില്ലെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്താലും കുഴപ്പമില്ല. നമുക്കത് അരിപ്പൊടി ചേർത്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇത് എന്നിട്ട് ഇനി 1 മണിക്കൂർ ഒന്ന് ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം 1 മണിക്കൂർ കഴിഞ്ഞ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമുക്ക് ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കാം. ഉഴുന്ന മാവ് ഫെർമെന്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളി ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചതാണ്. പിന്നെ വേണ്ടിയത് പച്ചമുളകാണ്. 5 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക്, അത് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ്. കുരുമുളക് ചതച്ച് തന്നെ എടുക്കണം കേട്ടോ. കുരുമുളക് പൊടിയുമല്ല, കുരുമുളക് സീഡ്സ് ആയിട്ട് തന്നെ ചതച്ചെടുത്തതാണ്. പിന്നെ കരിയേപ്പില, ഒരു തണ്ട് കരിയേപ്പില അതും അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. കരിയേപ്പില അരിഞ്ഞു വെക്കണം. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്കിനി നമ്മുടെ മാവിലോട്ട് ചേർക്കാം. പച്ചമുളക് ചേർക്കാം, കരിയേപ്പില, ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, കുരുമുളക് ചതച്ചത്, പിന്നെ ചെറിയ ഉള്ളിക്ക് പകരം സവോള വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. സവോള ആണെങ്കിലും ഒരു 1/2 സവോളയൊക്കെ എടുത്താൽ മതിയാവും. അതൊന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെക്കണം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. സോഡാപ്പൊടി 1/2 ടീസ്പൂൺ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർക്കാം. ഇതെല്ലാം ഞാൻ പറയുന്നത് 1 കപ്പ് ഉഴുന്നിന്റെ കണക്കാണ്. അപ്പൊ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ അതനുസരിച്ച് കൂട്ടാം. 1 കപ്പ് ഉഴുന്ന് ഒരു 12-13 വടയോളം വരും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് ആദ്യമേ ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴേ ഉപ്പ് ചേർക്കാവുള്ളൂ. ആദ്യമേ ഉപ്പ് ചേർക്കുവാണെങ്കിൽ വടയ്ക്കൊരു കയ്പ്പ് രസം വരും. അപ്പം ഉപ്പ് ഇനിമേ ചേർക്കാവുള്ളൂ. ഇതിപ്പോ നല്ല തിക്ക് ബാറ്റർ ആണ്. നമ്മുടെ വെള്ളം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്കൊരു ലേശം അരിപ്പൊടിയും കൂടെ ചേർക്കാം ഇതിലോട്ട്. ഞാനൊരു ഇച്ചിരി അരിപ്പൊടി ചേർക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. വെള്ളം കൂട്ടി പോയെങ്കിൽ ഇച്ചിരി അരിപ്പൊടി ചേർത്താലും മതി. ഇനി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. കുറച്ചു നേരം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഇച്ചിരിയുടെ മാവൊന്ന് ലൂസാന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുക. അപ്പം 1 കപ്പ് ഉഴുന്നിന് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിന്ന് കണക്ക് വെച്ചാൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നാലും എല്ലായിടത്തും ഉപ്പ് ഒരേപോലെ വരത്തുള്ളൂ. അല്ലെങ്കിൽ ചിലയിടത്ത് ഉപ്പ് കൂടി ചിലയിടത്ത് ഉപ്പ് കുറഞ്ഞൊക്കെ ഇരിക്കും. പിന്നെ ഉപ്പ് ആദ്യമേ ചേർക്കരുത്. അത് പ്രത്യേകം നോട്ട് ചെയ്താൽ മതി. ആദ്യമേ ഉപ്പ് ചേർക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു കയ്പ്രസം വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിതെല്ലാം ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർക്കാവൂ. ഫെർമെന്റ് ചെയ്യാൻ വെക്കുമ്പോൾ ചേർക്കരുത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഉഴുന്നുവട എങ്ങനെ അതിനകത്ത് ഇടുന്നത് ഞാൻ കാണിക്കാം. നമ്മൾ ഒരു പാത്രം വെള്ളം സൈഡിൽ തന്നെ വെച്ചേക്കണം. മാവും ഒരു പാത്രം, ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടെ എടുത്ത് വെച്ചേക്കണം. എന്നിട്ട് റൈറ്റ് ഹാൻഡില് കൈപ്പത്തിയില് നല്ലപോലെ വെള്ളം അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ മാവ് എടുത്ത് ഈ റൈറ്റ് ഹാൻഡിലെ ഫിംഗേഴ്സിലോട്ട് ഇങ്ങനെ വെക്കണം. അതൊന്ന് റോൾ ചെയ്ത് ഒന്ന് ഷേപ്പ് ആക്കണം.
എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് ചൂണ്ടുവിരൽ വെച്ചിട്ട് നടുക്ക് ഒരു ഹോൾ ഉണ്ടാക്കണം. കുറച്ച് വലിയ ഹോൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ അങ്ങ് ഹോൾ ഇല്ലാതാവും. എന്നിട്ട് ഈ റൈറ്റ് ഹാൻഡ് വെച്ച് തന്നെ പതുക്കെ ഇത് എണ്ണയിലോട്ട് സ്ലൈഡ് ചെയ്തിടണം. അത് സൂക്ഷിച്ചിടണം, കൈ കൊള്ളാതെ പതുക്കെ സ്ലൈഡ് ചെയ്ത് അങ്ങ് ഇട്ടാൽ മതി എണ്ണയിലോട്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കി ഇതും ചെയ്തെടുക്കാം. കയ്യിൽ കുറച്ച് വെള്ളം, വീണ്ടും കയ്യിൽ വെള്ളം എടുക്കണം. 1 ടേബിൾ സ്പൂൺ മാവെടുത്ത് കയ്യിലോട്ട് ഇടുക. അതൊന്ന് റോൾ ചെയ്തൊന്ന് കുറച്ച് ഷേപ്പ് ആക്കുക. എന്റെ ഉഴുന്നോടെ അങ്ങനെ പെർഫെക്റ്റ് ഷേപ്പ് ഒന്നും വരത്തില്ല കേട്ടോ. ഷേപ്പിൽ എന്താ കാര്യമില്ലേ, നമ്മൾ കഴിക്കുന്ന ടേസ്റ്റ് അല്ലേ നോക്കേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് ചൂണ്ടുവിരൽ വെച്ച് ഹോൾ ഉണ്ടാക്കി പതുക്കെ എണ്ണയിലോട്ട് സ്ലൈഡ് ചെയ്തിട്ടാം. ആദ്യത്തെ 2-3 എണ്ണം ശരിയാവത്തില്ല, പിന്നെ തൊട്ട് നല്ല ഷേപ്പ് വന്ന് തുടങ്ങും ശരിക്കും. ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. വീണ്ടും ഇതേപോലെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും വെള്ളം മുക്കണം കേട്ടോ കയ്യില്. 1 ടേബിൾ സ്പൂൺ മാവ് റൈറ്റ് ഹാൻഡിലോട്ട് ഇടുവാണ്. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡില് ചൂണ്ടുവിരൽ വെച്ചിട്ട് നല്ല ഒരു സാമാന്യം വലിയൊരു ഹോള് തന്നെ ഉണ്ടാക്കിക്കോളൂ. ആ സ്ലൈഡ് ചെയ്യുന്നതാണ് ശരിക്കും പ്രശ്നം. നമ്മൾ സൂക്ഷിച്ച് സ്ലൈഡ് ചെയ്യണം, കയ്യിലെ എണ്ണയും തെറിക്കാൻ പാടില്ല. ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ബാച്ച് എല്ലാം ഒന്ന് ഇട്ട് കാണിക്കാം. ഞാനിപ്പം ഒരു 7 എണ്ണം ഇട്ടിട്ടുണ്ട്. നമ്മള് ലാസ്റ്റത്തെ ഒക്കെ ആകുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരുമാതിരി മൂത്ത് വരും. ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇടണം. ഫുൾ ഇട്ട് കഴിഞ്ഞ് തിരിച്ചും മറിച്ചും ചെയ്താൽ മതി. പിന്നെ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ ഇട്ടേക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ വെളിവശം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു വരും, അകം വേഗത്തുമില്ല. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ചെയ്താലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടും എന്നാൽ അകം സോഫ്റ്റ് ആയിട്ടും കിട്ടത്തുള്ളൂ. ഇപ്പൊ 2 എണ്ണം ഒട്ടിപ്പിടിച്ചേക്കുക. അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇടണം കേട്ടോ, അത് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ നല്ലപോലെ വേഗത്തില്ല എല്ലായിടും ഒരേപോലെ. എല്ലാം ഒരേ സമയത്ത് എടുക്കാനും നിൽക്കരുത്. ആദ്യം ഇട്ടത് മൂക്കുമ്പോഴത്തേക്കും അങ്ങ് എടുത്തോണം. അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാണ് ഇതിന്റെ പരുവം. നല്ല ക്രിസ്പി ആവത്തുള്ളൂ. ഇതൊക്കെ ആദ്യം ഇട്ടത്, അത് നിന്റെ കളറൊക്കെ മാറി നല്ലൊരു ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഒന്ന് കുക്കായി വരട്ടെ. നമ്മൾ ആദ്യം ഇട്ട വടയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. അധികം എണ്ണയൊന്നും പിടിച്ചിട്ടില്ല. ആദ്യത്തെ 2 എണ്ണം എടുക്കാം. ബാക്കി കുറച്ചുകൂടെ സമയം എടുക്കും മൂക്കാനായിട്ട്. കുറച്ച് എണ്ണ കുടഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണം. ഇതേപോലെ ബാക്കിയും കൂടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതേപോലെ കോരി മാറ്റാം. കോരി ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇടണം കേട്ടോ. ആ ഉള്ള എണ്ണയൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തോളൂല്ലോ ടിഷ്യൂ പേപ്പറിലോട്ടാണെങ്കിൽ. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് എപ്പോഴും ചെയ്യാവോ, അത് ശ്രദ്ധിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞ് വരികയും ചെയ്യും, പക്ഷെ അകമൊന്നും വേഗത്തുമില്ല. ഷേപ്പ് ഒക്കെ നല്ല ഷേപ്പ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച അത്ര മോശമായിട്ടില്ല, ഒരുവിധം നല്ല ഷേപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു 7 എണ്ണം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ചൂട് മുരുമുരാന്നുള്ള ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. 1 കപ്പ് ഉഴുന്നിന് ഒരു 15ഓളം വടകൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് എത്ര വേണമെന്നുള്ളത് ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചും ഒക്കെ എടുത്താൽ മതി. അപ്പം എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കില്ലല്ലോ. അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.